ദുആ വർദ്ധിപ്പിക്കുക. ഫഇന്നഹു മിഫ്താഹു കുല്ലി ഖൈർ, എല്ലാ ഖൈറിന്റെയും താക്കോലാണ് ദുആ എന്ന് പറയുന്നത്. വലാ യഅജൽ, ദുആ ചെയ്യുമ്പോൾ എന്തു ചെയ്യരുത്? തിരക്ക് കൂട്ടരുത്. ഫയഖൂല ഖദ് ദഅഉതു വലം യുസ്തജബ് ലി, ഞാൻ ദുആ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് പറയരുത്. വലിയ തഹറൽ ഔഖാത്തുൽ ഫാദില, അതുപോലെ ഫാദിലുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കുക ദുആ ചെയ്യാൻ. ആഖിറുൽ ലൈൽ വഅദ്ബാരി സലവാത്ത്, രാത്രിയുടെ അവസാന സമയം, അതുപോലെ നമസ്കാരത്തിന്റെ അവസാനം തശഹുദിൽ പ്രാർത്ഥിക്കുക. വഅൻദൽ അദാൻ, അതുപോലെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. വഖ്തി നുസൂലിൽ മത്തർ, മഴ വർഷിക്കുന്ന സമയത്ത്. വനഹ്വി ദാലിക, ഇതുപോലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ദുആ ചെയ്യുക. അപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകാനുള്ള മാർഗ്ഗമാണ് ഇസ്തിഖാറ, അതുപോലെ തന്നെ ദുആ എന്ന് പറയുന്നത്. ദുആ വർദ്ധിപ്പിക്കുക. നമ്മൾ പലപ്പോഴും ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് ദുആ ചെയ്യുകയുള്ളൂ, നേരെ മറിച്ച് ദീനിന്റെ കാര്യങ്ങൾക്ക് അള്ളാഹുവെ ഞാനിതാ തലബുൽ ഇൽമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമസ്കാരമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഇതിലെനിക്ക് ഫതഹുണ്ടാക്കണം, ഇതിനെന്നെ സഹായിക്കണം, ഇതല്ല നല്ലതെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലതിലേക്ക് വഴി കാണിക്കണം. ഇങ്ങനെയുള്ള ആഖിറത്തിന്റെ അമലിന്റെ കാര്യങ്ങളിൽ കൂടി ദുആ ചെയ്യുക. അതും ദുആയുടെ അദബുകൾ പാലിച്ചുകൊണ്ട് ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. അത് വളരെ പ്രധാനമാണ്. ദുആ ഉത്തരം കിട്ടുന്ന കാര്യമാണ്, സംശയമില്ല. ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ 3-ൽ 1 രൂപത്തിൽ ഉത്തരം കിട്ടും. ഒന്നുകിൽ ആ ചോദിച്ച കാര്യം അതുപോലെ സംഭവിക്കും, അല്ലെങ്കിൽ അള്ളാഹു അതിനേക്കാൾ നല്ലൊരു കാര്യം നമുക്ക് എളുപ്പമാക്കി തരും, അതല്ലെങ്കിൽ ആഖിറത്തിൽ അവൻ വലിയ പ്രതിഫലം നൽകും. പക്ഷേ ദുആയുടെ മര്യാദകൾ പാലിക്കണം. അതിൽപ്പെട്ട മര്യാദയിൽപ്പെട്ടതാണ് തിരക്ക് കൂട്ടാതിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ് ഇങ്ങനെയാണ്: യുസ്തജാബു ലിഅഹദികും മാ ലം യഅജൽ, തിരക്ക് കൂട്ടാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടും. യഖൂലു, ഒരു മനുഷ്യൻ പറയും, ദഅഉതു ഫലം യുസ്തജബ് ലി, ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഇതാണ് തിരക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു അബദ്ധമാണിത്. 1, 2, 3 പ്രാവശ്യം ദുആ ചെയ്യും, പിന്നെ നമ്മൾ ദുആ അവസാനിപ്പിക്കും. അങ്ങനെ പാടില്ല. നമ്മൾ ചോദിക്കുന്ന കാര്യം അത് 10 വർഷം നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര കാലം അതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴാണ് ഉത്തരം ചെയ്യേണ്ടതെന്ന് അല്ലാഹുവിനറിയാം. ഉത്തരം ചെയ്യുന്നതാണോ അതല്ല ആഖിറത്തിലേക്ക് അത് എടുത്തു വെക്കുന്നതാണോ നല്ലത് എന്ന് അല്ലാഹുവിനറിയാം. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന ദുആ അത് ഓരോന്നും അത് പാഴാകുന്നില്ല, അത് നമ്മുടെ ഹസനാത്തിന്റെ മീസാനിൽ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പം അത് ദുആയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. ഇതുപോലെ മറ്റു മര്യാദകൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം ചെയ്യും.